അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുർ റഅദിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലാണ് നാം ഉള്ളത്. സൂറത്തുർ റഅദ് വളരെ സ്പീഡിലൊരു ഓട്ടം നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ നടത്തി. പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ വളരെ സാവകാശം ആ സൂറത്തിലൂടെ പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സൂറത്തിൽ നമുക്ക് പഠിക്കേണ്ട ചില സുപ്രധാനമായ പല ഏരിയയിലുമുള്ള ചില പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈമാനുമായി ബന്ധപ്പെട്ട തർബിയത്തുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണല്ലോ നമ്മുടെ വിഷയവും. സൂറത്തുർ റഅദ് സത്യത്തിൽ ഈമാൻ ഉണ്ടാക്കുന്ന ഒരു സൂറത്താണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള യഖീൻ, അതാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. യഖീനോടുകൂടി വേണം ദുആ എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം യഖീൻ ഇല്ലാത്തതാണ്. ഈ സൂറത്ത് നമുക്ക് വല്ലാത്ത യഖീൻ തരും. അതുപോലെ ഖൗഫിൻ്റെയും റജാഇൻ്റെയും, പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിൽ ഒരു ബാലൻസിലാണ് ഒരു വിശ്വാസിയായി ഈ സൂറത്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ പ്രപഞ്ചവുമായി ഈ സൂറത്ത് വല്ലാതെ ബന്ധിപ്പിക്കും. ഈ സൂറത്ത് വായിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി, ഒരു വളരെ വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് വായിക്കണം. അപ്പോൾ അത് ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. നോക്കൂ, ഇതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ചുമുള്ള യഖീനാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ കഴിവ്, അതിനെക്കുറിച്ചുള്ള ഉറപ്പ്. അതാണ്. നോക്കൂ, ഇതിൻ്റെ രണ്ടാമത്തെ വചനം തന്നെ അല്ലാഹുല്ലദീ റഫഅസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. മനുഷ്യൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത പ്രത്യേകമായ തരം പില്ലറുകളെ കൊണ്ടാണ് ആകാശം അള്ളാഹു ഉയർത്തി എന്ന് പറയുമ്പോൾ എന്താണിത്? എന്താണ് ഈ പില്ലറുകൾ? സുബ്ഹാനല്ലാഹ്, പ്രപഞ്ചത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിലൂടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാനും അതിലൂടെ നമ്മുടെ തൗഹീദിനെ ഉറപ്പിക്കുവാനുമൊക്കെയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനം, ഖുർആനെ കുറിച്ചാണ്. തുടങ്ങിയത് തന്നെ അത് ഞാൻ വിട്ടുപോയതാണ്. ഖുർആനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങി. ഒന്നാമത്തെ വചനം അതാണല്ലോ, വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്. ഖുർആൻ ഹഖാണ്, ലാ ശക്ക ഫീഹി. ഖുർആൻ എന്തായിരിക്കണം? ഖുർആൻ നമുക്ക് സംശയം പാടില്ല. നോക്കൂ, നമ്മുടെ സോഴ്സ്, നമ്മുടെ എല്ലാ നന്മകളുടെയും സോഴ്സ് ഏത്? നമുക്ക് നല്ല യഖീനുണ്ട്. ആ യഖീൻ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം വായിക്കാൻ മാത്രമുള്ളതല്ല, അത് പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. നമുക്ക് ആ ഹിദായത്തിന് വേണ്ടി അധ്വാനിക്കാനേ പറ്റൂ. അതാണ് ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ വചനം. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. അള്ളാഹു ഒരിക്കലും മുസ്രിഫിനെയും കദ്ദാബിനെയും ഹിദായത്തിലാക്കൂല എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ പറയണതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ സത്യസന്ധമായി അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചാലേ ഹിദായത്ത് കിട്ടൂ. ഹിദായത്ത് ഒരു നിഅമത്താണ് എന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നാലാമത്തെ പാഠം നോക്കൂ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചേഞ്ച് വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതാണ് ഈ സൂറത്തുർ റഅദിലെ 11-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു വചനമാണ്. യഥാർത്ഥത്തിലുള്ള ചേഞ്ച്, അൽ ഇസ്ലാഹുൽ ഹഖീഖി, അതെവിടുന്ന് തുടങ്ങുന്നുണ്ട്? അത് ബാഹ്യമായി ഇസ്ലാഹ് കൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ഇസ്ലാഹുൽ നഫ്സിൽ നിന്ന് തുടങ്ങണം. നമ്മൾ മാറണം. അപ്പോഴേ നോക്കൂ, നമ്മുടെ ഉള്ളു മാറണം. അപ്പോഴേ സത്യത്തിൽ മാറ്റമുണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അഞ്ചാമത്തെ കാര്യം, നോക്കൂ, 28-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമുക്ക് സമാധാനം തേടി ആളുകൾ നടക്കുന്നുണ്ട്. സമാധാനത്തിനുള്ള യഥാർത്ഥ സമാധാനം അത് വാങ്ങാൻ കിട്ടൂല. പക്ഷേ അത് എവിടുന്ന് കിട്ടും? അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലും സ്മരണയിലും അത് കിട്ടും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആറാമത്തെ വിഷയം, അള്ളാഹു ഹക്കിനെയും ബാത്തിനെയും വേർതിരിക്കാൻ അതിമനോഹരമായ ഉദാഹരണം നമ്മളത് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു. നിങ്ങളൊക്കെ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ 17-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായ, വളരെ മനോഹരമായ ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം
അത് എത്ര ന്യൂനപക്ഷമായാലും സത്യത്തിൻ്റെ കൂടെ ആ സത്യം അൽ ഹഖു സാബിത്തുൻ വ ഇൻ ഖല്ല എന്നാണ്. അത് സാബിത്താണ്, അത് സ്ഥിരപ്പെട്ട് നിൽക്കും. അതിൻ്റെ കൂടെ ആൾ കുറഞ്ഞാലും, ബാത്തിലാകട്ടെ അതിൻ്റെ കൂടെ കുറേ ആളുകൾ ഉണ്ടായാലും ശരി, അസത്യം അത് നശിച്ചു പോകും എന്നതാണ്. ഏഴാമത്തെ വിഷയം, ഈമാനിൻ്റെ മാർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് രണ്ട് കാര്യമാണ്. സബറും സബാത്തും വേണം. വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം 22-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്, ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നമ്മുടെ വിജയത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സബറാണ്. അസ്സബറു അസാസുൽ ഫൗസി ഫി ദുനിയ വൽ ആഖിറ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എട്ടാമതായി അള്ളാഹു നല്ല മനുഷ്യരെക്കുറിച്ച് പറഞ്ഞ കുറച്ച് നന്മകളുണ്ട്. 20-ാമത്തെ വചനത്തിൽ അത് കാണാം. അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ് എന്ന് പറഞ്ഞു. വഫാ എന്ന് പറയുന്നത് സഹോദരന്മാരെ നമ്മളുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്. നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുക, കരാറുകൾ പൂർത്തീകരിക്കുക. ഇത് താൽക്കാലികമാകരുത്. നമ്മളെന്നും അപ്രകാരമായിരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ഉണ്ടാകേണ്ടത്. 9-ാമത്തെ വിഷയം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരുടെ പരിണത ഫലം പറയുന്നുണ്ട്. ഉലായിക ലഹുമുൽ ലഅന വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് 25-ാമത്തെ വചനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് ഉലായിക ലഹുമുൽ ലഅന, അവർക്ക് ലഅനത്തുണ്ടാവും. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തിൽ നിന്നും അവർ വിദൂരമാക്കപ്പെടും എന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഫസാദ് എന്ന് പറയുന്നത്, കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത്, ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ വിനോദം തന്നെ കുഴപ്പമുണ്ടാക്കില്ല. അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അവർക്കാണ് ഉലായിക ലഹുമുൽ ലഅന എന്ന് പറയുന്നത്. അവർക്ക് ബർക്കത്തുണ്ടാവില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവർ ആട്ടപ്പെടുന്ന വിഭാഗമായി മാറും. 10-ാമത്തെ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ 23-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അത് അവർ മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അനുഭവമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ ഈമാൻ ശരിയായാൽ നമ്മൾ ഭൂമിയിലുള്ളതിനേക്കാൾ സന്തോഷത്തോടുകൂടി എല്ലാവരും കുടുംബസമേതം ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഫിർദൗസുൽ അലയിൽ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അപ്പോൾ ചുരുക്കത്തിൽ ഈ സൂറ നമുക്ക് നോക്കൂ, വളരെ പ്രധാനമായ ചില പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമുക്ക് ഈ സൂറയിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കൂ, തർബിയത്ത് നമുക്കൊരു വലിയ വിഷയമാണല്ലോ. നമ്മുടെ സ്വന്തം തർബിയത്തായാലും കുടുംബത്തിൻ്റെ തർബിയത്തായാലും സമൂഹത്തിൻ്റെ തർബിയത്തായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, ചില വലിയ തർബിയത്ത് പാഠങ്ങൾ ഈ സൂറ നമുക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഇതിൻ്റെ 2-ാമത്തെ വചനത്തിൽ നമുക്കത് ഗ്രഹിക്കാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, റബ്ത്തുൽ ലവാഹിരിൽ കൗനിയ്യ ബിഖുദ്റത്തില്ലാ. നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളുമൊക്കെ കാണുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിനെക്കുറിച്ചുള്ള തഅലീം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കണം. അപ്പോഴേ നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2-ാമത്തെ കാര്യം, തർബിയത്തിൻ്റെ പാഠം എന്ന നിലയ്ക്ക് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹിദായത്തിൻ്റെ മസ്ദർ എന്ന് പറയുന്നത് ഖുർആനാണ്. ആ ഖുർആനിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു ഹിദായത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നമുക്ക് ഖുർആനുമായുള്ള ചില പണികൾ ഉണ്ടാകണം. ഇപ്പോൾ മുമ്പുള്ള പണ്ഡിതന്മാർ പറയുമായിരുന്നു വിർദുൽ ഖുർആൻ എന്ന്. ഖുർആൻ്റെ ഒരു വിർദ്, അത് കേവലം വായനയിൽ മാത്രമല്ല, അതിൻ്റെ ആശയം ഗ്രഹിക്കുന്നതിൽ, തദബ്ബുർ ചെയ്യുന്നതിൽ നമുക്ക് വിർദുണ്ടാകണം. നമുക്ക് വീട്ടിൽ വന്ന് കുടുംബത്തിൽ അത് ഉണ്ടാക്കാം, കുടുംബത്തിലൊരു ചെറിയ സദസ്സ് സംഘടിപ്പിച്ച് അവിടെ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇത് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 3-ാമത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന പലതിലും നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് നമുക്ക് പാടില്ല. നമ്മൾ മക്കളെയും നമ്മളെയും ഒക്കെ പഠിപ്പിക്കേണ്ടത് മുഹാസബത്തുൻ നഫ്സ് ഖബ്ലൽ ഇതാബ്. അതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം. മുഹാസബത്തുൻ നഫ്സ് ഖബ്ലൽ ഇതാബ്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണ നടത്തണം.
അതാണ് 11-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച മാറ്റം എന്ന് പറയുന്നത്, മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദിക്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് തെർബിയത്തിൽ ദിക്റിന് വലിയ സ്വാധീനമുണ്ട് സഹോദരന്മാരെ. ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാത്തരം അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും ചികിത്സയാണ് ദിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ ദിക്ർ ഒരു ആദത്തായി മാറ്റാൻ, ഒരു പതിവായി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. യൂസുഫ് നബിയുടെ കഥ പറയുന്നിടത്ത് നമ്മൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മക്കളിലും നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത് എപ്പോഴും സഹോദരന്മാരെ ഒരു സത്യത്തെ സ്വീകരിക്കാനും അസത്യത്തെ തള്ളാനുമുള്ള ഒരു ചിന്തയായിരിക്കണം. അത് പ്രത്യേകിച്ചുണ്ടാക്കണം. നാട്ടിൽ നടക്കുന്നതും പ്രചരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ഒക്കെ ഫോളോ ചെയ്യുന്നവരാകരുത്. അതാണ് 17-ാമത്തെ വചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച പാഠം. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതോടൊപ്പം ഇതിൽ പറഞ്ഞല്ലോ കരാറുകൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് നോക്കൂ. നമ്മൾ വീടുകളുടെ അകത്തായാൽ പോലും കുട്ടികളോട് ചെയ്യുന്ന ചെറിയ ചെറിയ വാഗ്ദാനങ്ങളുണ്ടല്ലോ, ചെറിയ വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ പോലും പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പോഴേ കുടുംബം അതിലേക്ക് വരികയുള്ളൂ. അതോടൊപ്പം കുടുംബ ബന്ധം ചേർക്കുക. അതുപോലെ മക്കളെ പ്രത്യേകിച്ച് നോക്കൂ, വളരെ കൃത്യമായി 21-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല എന്ന്. കൂട്ടാൻ വേണ്ടി കൽപ്പിച്ച മുഴുവൻ ബന്ധങ്ങളും കൂട്ടിച്ചേർക്കാന്ന്. നമ്മൾ മക്കളെയൊക്കെ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി മക്കളെ പ്രേരിപ്പിക്കണം, അവരെ കൊണ്ടുപോകണം, അവരെ പരിചയപ്പെടുത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 22-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ എന്നത്. അതെപ്പോഴും പഠിപ്പിക്കണം. ഒരിക്കലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, മറിച്ച് തിരിച്ച് നന്മ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം. ഈ രൂപത്തിലുള്ള ഒരു സംഗീതത്തിൻ്റെ അവസാനം ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ എന്ന് പറഞ്ഞില്ലേ. നമുക്കൊന്നിച്ച് മക്കളെ, നമ്മൾ ഒന്നിച്ച് സഹോദരങ്ങളെ, കുട്ടികളെ നമുക്കൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോകണമെന്ന ചിന്തയാണ് മക്കളിൽ ഉണ്ടാക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഈ സൂറ നൽകുന്ന തർബിയത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആ പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ അധ്യായം, ഈ സൂറത്തുർ റഅദ്, ഇതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഭയങ്കര രസകരമാണ് ഈ സൂറത്ത്. ഞാനതാണ് പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം അതിമനോഹരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സ്ഥിരമായി ഉണ്ടാകേണ്ട ചില അമലുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് നോക്കൂ, ഈ അള്ളാഹുവിൻ്റെ ഈ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് ഒരു ദിനേനയുള്ള പരിപാടിയാക്കണം. ദിനേനയുള്ള പരിപാടി. അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം തന്നെ നമുക്ക് യഖീനുണ്ടാകും. അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു ഖുർആൻ കേവലം വായിക്കുന്നതിന് പകരം തദബ്ബുറോടുകൂടി വായിക്കുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകണം. ഒരു വചനമെങ്കിലും ഒരു ദിവസം, നിങ്ങൾ ആലോചിക്കുക, 6000-ൽ ചില്ലാനും വചനങ്ങളേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും, നമുക്ക് വായിച്ച് തീർക്കാൻ കഴിയും. തദബ്ബുറോട് കൂടി ഇത് വായിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി വരും സഹോദരന്മാരെ. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെക്കുറിച്ച് ആലോചിക്കണം. എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കണം. അതാണ് നിങ്ങൾ മാറാതെ നിങ്ങളല്ല മാറ്റൂല എന്ന് പറഞ്ഞത്. ഞാൻ ശരിയാണോ? എൻ്റെ സ്വഭാവം ശരിയാണോ? എൻ്റെ ജീവിതം ശരിയാണോ? ഓരോ ദിവസവും നോക്കി നമ്മളിലേക്ക് നോക്കി നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹോദരങ്ങളെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജീവിത രീതി എന്ന നിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മളിലും നമ്മളെ മക്കളിലുമൊക്കെ ഉണ്ടാക്കേണ്ടത് സഹോദരന്മാരെ, ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. രാത്രിയാണ് പല സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് സഹോദരന്മാരെ നമ്മൾ ആ ദിക്റിനെ
കൂടുതൽ വർദ്ധിപ്പിക്കണം, അത് പഠിപ്പിക്കണം. മക്കളെയൊക്കെ നമ്മൾ സത്യത്തിൽ ബെഡ്റൂമിലേക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആ ദിക്ർ പരിശീലിപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അത് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കണം. നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട പാഠം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് എപ്പോഴും അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട തൃപ്തിയായിരിക്കണം. ഞാനൊരു കാര്യം പ്രവർത്തിച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് എവിടെ, റിസൾട്ട് എവിടെ എന്നല്ല ചോദിക്കേണ്ടത്. റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ധൃതി കാണിക്കരുത്. നമ്മൾ ധൃതി കാണിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി അതിലെനിക്ക് കിട്ടൂല്ലേ എന്നതായിരിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. അതുപോലെ ഈ സൂറ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ദിവസം ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും നമ്മൾ ബന്ധപ്പെടണം. ഒരാളെയെങ്കിലും, ഒരു മനുഷ്യനോടെങ്കിലും ഒരു സലാം പറയുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ഒരു ബന്ധം പുതുക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം, അത് നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ടവരാകാം, സ്നേഹിതന്മാരിൽപ്പെട്ടവരാകാം. നോക്കൂ, അതാണ് വല്ലദീന യസ്അലൂന മാ അമറല്ലാഹു ബി അൻ യൂസല എന്ന് പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു സഹോദരന്മാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, പല ജോലി ചെയ്യുന്നവരാണ്. നമുക്കൊക്കെ ഉണ്ടാകും എന്തെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നന്മ ചെയ്താലും ചിലപ്പോൾ ആളുകൾ നമ്മളോട് ചീത്ത ചെയ്യും. അപ്പോൾ നമ്മളുടെ ഒരു ജീവിത ശൈലിയായി നമ്മൾ മാറ്റണം. എന്ത്, ആരെന്നോട് തിന്മ ചെയ്താലും ഞാൻ തിരിച്ച് നന്മയെ ചെയ്യുള്ളൂ എന്ന ഒരു ചിന്ത. അപ്പോൾ നമ്മൾ ശാന്തമാകും. അത് നമ്മുടെ ഒരു ജീവിത ശൈലിയാകണം. അൽ ഇഹ്സാനെ കുറിച്ച് നമ്മൾ സൂറത്ത് യൂസുഫ് വിരിച്ചപ്പോഴും പറഞ്ഞല്ലോ. അത് നമ്മുടെ ഉസ്ലൂബുൽ ഹയാത്താകണം. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം എന്ന് പറയുന്നുണ്ട് 14-ാമത്തെ വചനത്തിൽ. വിശ്വാസികൾ കന്നുകാലികൾ തിന്നണ മാതിരിയാണ് തിന്നുക എന്നുള്ളത്. നമ്മൾ അങ്ങനെയാകരുത്. നമ്മുടെ ജീവിതം നോക്കൂ, നമ്മൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇവിടെയുള്ള നൈമിഷികമായ ജീവിതത്തിലെ സുഖങ്ങളാകരുത്. അതിനെനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോ ദിവസവും ചിന്തിക്കണം. ഈ നൈമിഷികമായ ചിന്തകളുടെയും ജീവിതത്തിൻ്റെയും പിന്നാലെ പോകുന്ന ഒരു പതിവ് എനിക്കുണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ സാധിക്കും എന്ന് എപ്പോഴും ചിന്തിക്കണം. അതുപോലെ സഹോദരന്മാരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ചീത്തയായാലും ഫസാദിൻ്റെ ആളുകളായാലും അതിൻ്റെ പരിണത ഫലം ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എങ്ങനെ ചീത്ത കർമ്മങ്ങളിൽ നിന്ന് എനിക്ക് മോചിതനാകാൻ സാധിക്കും. ഓരോ ദിവസവും ഒരു തിന്മയിൽ നിന്നെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, നന്മയിലേക്ക് എത്തണം എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഈ രീതിയിലുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. പിന്നെ അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അതുപോലെ സലാമുൻ അലൈക്കും ബിമാ സബർത്തും എന്നൊക്കെ പറഞ്ഞ്, അത് രണ്ടും വല്ലാത്ത വാചകമാണ്. നിങ്ങൾക്ക് സബറുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് അള്ളാഹുവാണ് നിങ്ങളുടെ റിസ്ഖിൻ്റെ വിശാലത നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറയും. അതിൽ നമ്മൾ ഉണ്ടാകേണ്ട വലിയൊരു പ്രധാന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, ജീവിതത്തിൽ എന്തെങ്കിലും ക്ഷീണം പ്രയാസം ഒക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ട ഏറ്റവും വലിയ ആദർശം സബറായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരുടെ റിസ്ഖും നമ്മുടെ റിസ്ഖും തമ്മിൽ താരതമ്യം ചെയ്യരുത് സഹോദരന്മാരെ, ഒരിക്കലും ചെയ്യരുത്. ഈ വ്യത്യാസം ഉണ്ടല്ലോ, എനിക്ക് വിശാലമായ റിസ്ഖില്ല, അദ്ദേഹത്തിന് വിശാലമായ റിസ്ഖുണ്ട്, ഈ ഒരു തഫാവുത്തുണ്ടല്ലോ, ഈ തഫാവുത്ത് പോലും എന്താണ്? ഇബ്തിലാ ആണ്, ലാ തഫ്ദീൽ. അത് നമ്മൾ മനസ്സിലാക്കണം. അത്തഫാവുത്തു ഇബ്തിലാ ലാ തഫ്ദീൽ, അതാണ് അടിസ്ഥാനം. തഫാവുത്ത്, ഈ റിസ്ഖിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത് പരീക്ഷണമാണ്. അത് അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല അയാൾ അങ്ങനെ വലുതാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ. അല്ലാഹു നോക്കൂ, ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു എന്നതുണ്ടല്ലോ. നമ്മുടെ തൗഹീദ് ഈ രീതിയിൽ നമ്മൾ പുതുക്കണം. എപ്പോഴും നമ്മൾ സബബുകൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം. നമ്മളൊരിക്കലും നമ്മുടെ ജീവിത വിജയം, നമ്മുടെ കച്ചവടത്തിൻ്റെ വിജയം, നമ്മുടെ നന്മ ഇതൊന്നും ഒരു വ്യക്തിയിൽ കൊണ്ടുപോയി കെട്ടരുത്, അള്ളാഹുവിൽ കൊണ്ടുപോയി കെട്ടണം. അതാണ് വേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അള്ളാഹുവിലാണ് ഇതൊക്കെ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഈ രീതിയിലുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ നിന്ന് ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒന്ന്, സ്വീകരിക്കേണ്ട ഒന്ന് 37-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ, ഒരിക്കലും സഹോദരന്മാരെ നമ്മൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആദർശം
അടിയറ വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആദർശം അടിയറ വെക്കരുത്. അപ്പോൾ നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അതാണ് നമ്മുടെ പ്രശ്നം. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും അവസാനമായി 43-ാമത്തെ വചനം നമുക്ക് വല്ലാത്ത സമാധാനം നൽകണം. ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനക്കും. നമുക്കെതിരെ ആര് വാളെടുത്താലും ആരെന്തൊക്കെ സംഗതികൾ കൊണ്ടുവന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഷഹീദായി അല്ലാഹു മതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ജനങ്ങളുടെ തൃപ്തി സമ്പാദിക്കുക എന്നതാകരുത്, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുക എന്നതാകണം. നോക്കൂ, എൻ്റെ ചിത്രം, എൻ്റെ രൂപം ജനങ്ങളുടെ മുമ്പിൽ നന്നാകണം എന്നതിന് പകരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്നാകണം എന്നാകണം. ഇതൊക്കെയാണ് ഈ സൂറത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ. അള്ളാഹു തആല ഈ രീതിയിൽ ജീവിക്കുന്ന, ഖുർആനിൻ്റെ ജീവിക്കുന്ന കോപ്പികളാകാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.